പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വം. നമ്മുടെ രക്ഷിതാവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഏവർക്കും ഒരിക്കൽ കൂടെ സന്ധ്യാവന്ദനം അറിയിക്കുകയാണ്. എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ പുതുവത്സര ആശംസകൾ നേരുകയാണ്. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളൊക്കെ നമ്മുടെ കർത്താവാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഭൂമിയുടെ പരിക്രമണം കൊണ്ടും അതിൻ്റെ ഭ്രമണം കൊണ്ടും ഒക്കെയാണ് അതുണ്ടാകുന്നത് എന്ന് നമുക്കറിയാം. അത് നമ്മുടെ കർത്താവാണ് നിശ്ചയിച്ചിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും കർത്താവ് നൽകിയ ആയുസ്സും ആരോഗ്യവും കർത്താവിൻ്റെ മഹത്വത്തിനും അനേകരുടെ നന്മയ്ക്കും പ്രയോജനകരമാക്കി തീർക്കുവാൻ കർത്താവ് ഈ വർഷത്തിലും നമ്മെല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നമ്മൾ എബ്രായ ലേഖനത്തിൽ നിന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. എബ്രായ ലേഖനം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെ വെളിപ്പെടുത്തുന്നതാണ്. നമ്മളതാണ് ചിന്തിക്കുന്നത്. അവിടുത്തെ അതിലെ പ്രമേയം, തീം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത എന്നുള്ളതാണ്. അതിൻ്റെ ഒന്നാമത്തെ ഭാഗം ഈ നോട്ടുകൾ ക്ലാസ്സുകൾ കേൾക്കുന്നവർക്ക് ആ നോട്ടുകൾ കാണാനായിട്ട് സാധിക്കും. നിങ്ങളുടെ വീട്ടുകളിൽ ഇരുന്ന് നിങ്ങൾക്കത് കുറിച്ചെടുത്ത് പഠിക്കുന്നുവെങ്കിൽ നമ്മൾ ഒരു ക്യാപിറ്റൽ ലെറ്റർ എയിലാണ് അത് ആരംഭിക്കുന്നത്. യേശുക്രിസ്തു തൻ്റെ വ്യക്തിത്വത്തിൽ അതിശ്രേഷ്ഠൻ എന്നുള്ളതാണ്. അതിൻ്റെ ഉപശീർഷകമായിട്ടാണ് ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിലെ ശ്രേഷ്ഠതകൾ 1, 2, 3 അത് നമ്മൾ പറഞ്ഞു വരികയാണ്. ഒന്നാമത്തേത് കർത്താവ് പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് എന്നുള്ളതാണ്. എബ്രായ വിശ്വാസികൾക്ക് എഴുതുന്നത് കൊണ്ട് ഈ ലേഖനത്തിൽ എല്ലാ ഭാഗത്തും ഒരു താരതമ്യം നമുക്ക് കാണാനായിട്ട് കഴിയും. 1 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളിലും ആ താരതമ്യമുണ്ട്. കാരണം എബ്രായരിൽ നിന്ന് അല്ലെങ്കിൽ യഹൂദന്മാരിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ആളുകളുടെ മനസ്സിലുണ്ടായ ഒരു അപകർഷതാബോധം, തങ്ങൾ ഏതെങ്കിലും കുറഞ്ഞ ഒരു കാര്യത്തിലേക്കാണോ വന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണയെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഒട്ടും കുറഞ്ഞതല്ല, അതിശ്രേഷ്ഠമായ അല്ലെങ്കിൽ അതിശ്രേഷ്ഠനായിരിക്കുന്ന സർവശ്രേഷ്ഠനായിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്കിലേക്കാണ് വന്നിരിക്കുന്നത്. ആ ക്രിസ്തു അല്ലെങ്കിൽ ദൈവപുത്രൻ തൻ്റെ വ്യക്തിത്വത്തിൽ അതിശ്രേഷ്ഠനാണ്. 1 പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. 2 യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. അതിന് നമ്മൾ പല കാരണങ്ങൾ കാണുകയുണ്ടായി. 1 അവിടത്തേക്ക് ശ്രേഷ്ഠമായ ഒരു നാമമുണ്ട്, ശ്രേഷ്ഠമായ നാമമുണ്ട്. 2 ദൂതന്മാർ ആരാധകരും പുത്രൻ ആരാധ്യനുമാണ്. 3 എന്താണ്? ആ നോട്ടുകൾ അല്ലെങ്കിൽ ആ പാഠങ്ങൾ നിങ്ങളൊന്ന് ഇടയ്ക്കൊന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ എന്താണ് പഠിക്കാനും അത് മറന്നു പോകാതെ നമ്മുടെ മനസ്സിലേക്കത് പതിയുവാനായിട്ടും ഇടയായിത്തീരും. ദൂതന്മാർ ആജ്ഞാനുവർത്തികളും യേശു കർത്താവ് നിത്യ രാജാവുമാണ്. യേശുക്രിസ്തു അല്ലെങ്കിൽ പുത്രൻ നിത്യ സൃഷ്ടാവും ദൂതന്മാർ സൃഷ്ടികളുമാണ്. യേശുക്രിസ്തു സർവത്തിനും മീതെ അധികാരിയും ദൂതന്മാർ ശുശ്രൂഷകന്മാരുമാണ്. 2-ാം അധ്യായത്തിൽ വന്നപ്പോൾ അത് പ്രായോഗികമായ തലത്തിലേക്ക് അതിനെ കൊണ്ടുവരികയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മളതാണ് 2-ാം അധ്യായമാണ് ചിന്തിച്ചത്. ഒന്ന് നോക്കാമോ? ആ 2-ാം അധ്യായത്തിലേക്ക് ഒന്ന് നോക്കിയിട്ട് 1-2 കാര്യങ്ങൾ ഞാനൊന്ന് ചോദിക്കാം, ഒന്ന് പറയാൻ ശ്രമിക്കാമോ? അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്, എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിൻ്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി, സകലം അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. സകലം അവന് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലം അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി കാണുന്നു. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ആ പോർഷനിൽ പറഞ്ഞതിൻ്റെ സാരം എന്താണ്? ആരെങ്കിലും ഒന്ന് പറയാവോ?
അങ്ങനെ പറഞ്ഞാൽ എല്ലാവരും കേൾക്കാൻ പറ്റിയല്ലേ? ആ ആ ആ ഹി വിൻ ബാക്ക്. കർത്താവ് മനുഷ്യൻ ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെടുത്തിയ, അതാണല്ലോ, മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ ഓർക്കേണ്ടതിന് അവൻ എന്തുമാത്രം, നീ അവൻ്റെ ദൂതന്മാരെക്കാൾ. അപ്പോൾ അവിടെ ഒരു ഇവിടുത്തെ വിഷയത്തിലോട് ചേർന്നൊന്ന് ബ്രദർ പറഞ്ഞ് കറക്റ്റാണ്. ആ ഇവിടുത്തെ വിഷയം നമ്മുടെ മെയിൻ പോയിൻ്റ് ഏതാ, അല്ലെങ്കിൽ ആർക്ക് എഴുതുന്നു, എന്തുദ്ദേശിച്ച് എഴുതുന്നു, അതിലേക്കൊന്ന് കണക്ട് ചെയ്ത്. യഹൂദന്മാർക്കാണ് എഴുതുന്നത്. അപ്പോൾ അവർക്ക് ആര് പ്രധാനപ്പെട്ടവരാണ്? ദൂതന്മാർ പ്രധാനപ്പെട്ടവരാണ്. അപ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താണ്? യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ താണവനാണ്. എന്തുകൊണ്ട് താണവനാണ്? മനുഷ്യനാണ്. യേശു അവിടെ 9-ാം വാക്യം, ദൂതന്മാരിലും അല്പം താഴ്ച വന്നവനായ യേശു എന്ന് പറയുമ്പോൾ മനുഷ്യനാ. 1-ാം അധ്യായത്തിൽ വരുമ്പോൾ പുത്രൻ സർവത്തിനും അധികാരി, അവൻ മുഖാന്തര സകലവും സൃഷ്ടിക്കപ്പെട്ടു, പുത്രനാണ്, രാജാവാണ്, നിത്യ സൃഷ്ടാവാണ്. പക്ഷേ ഇവിടെ 2-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ ഈ യേശു ദൂതന്മാരെക്കാൾ താണവനല്ലേ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് 2-ാം അധ്യായത്തിൽ. അപ്പോൾ അതെന്തിനാ യേശു താണതാണ്? 9-ാം വാക്യം അതിൻ്റെ പ്രധാനപ്പെട്ട വാക്യം. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചുകൊണ്ട് നാം അവനെ മഹത്വവും ബഹുമാനം അണിഞ്ഞവനായി കാണുന്നു. 8-ാം വാക്യത്തിനൊടുവിൽ കാണുന്നില്ല. എന്ത് കാണുന്നില്ല? ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി. ആർക്ക് കീഴ്പ്പെട്ടതായി? മനുഷ്യന് കീഴ്പ്പെടുത്തി കൊടുത്തതാണ് എല്ലാം. തേജസ്സും ബഹുമാനവും അധികാരവും എല്ലാം മനുഷ്യന് കൊടുത്തതാണ്. മനുഷ്യന് അതെന്ത് ചെയ്തു? നഷ്ടപ്പെടുത്തി. ആ നഷ്ടപ്പെടുത്തിയത് മനുഷ്യനെ തിരികെ നേടിക്കൊടുക്കുവാൻ വേണ്ടി, സഹോദരൻ പറഞ്ഞ പോലെ അത് നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ് യേശു ദൂതന്മാരെക്കാൾ താണത്. അപ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ അത് ആരെങ്കിലും യഹൂദ പ്രമാണികളും പരീശ പ്രമാണികളും മഹാപുരോഹിതന്മാരും ഒക്കെ നിങ്ങളുടെ അടുക്കൽ വന്ന് ഇവിടെ ദൂതന്മാരും ഒക്കെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ടാണല്ലോ പോയത്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇത്രയും അധികം വിശുദ്ധന്മാരും ആളുകളെയൊക്കെ ഉപേക്ഷിച്ച്, സംവിധാനമൊക്കെ ഉപേക്ഷിച്ച് നിങ്ങൾ 4, 3, 7 പേരുള്ളവരുടെ കൂട്ടത്തിൽ നിങ്ങൾ പോയല്ലോ, കഷ്ടം എന്ന് പറയുമ്പോൾ അവരോട് നിങ്ങൾ പറയണം, ഈ യേശു അവരെക്കാളൊക്കെ സർവ്വശ്രേഷ്ഠനാണ്. പക്ഷേ നിങ്ങൾക്ക് തോന്നും, അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ. യേശു അങ്ങനെ ആയതാ. യേശു മരിക്കാൻ വേണ്ടി നിങ്ങളെ നഷ്ടപ്പെടുത്തിയത് നിങ്ങൾക്ക് തിരികെ നൽകാൻ വേണ്ടി ദൂതന്മാരെക്കാൾ താണതാ. എന്തുകൊണ്ട് ദൂതന്മാരെക്കാൾ താണത്? അതും കൂടെ പറയണം. എന്തുകൊണ്ടാണ് ദൂതന്മാരെക്കാൾ താണത്? മരണം ആസ്വദിപ്പാനാ. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ. അപ്പോൾ ആ ക്ലാസ്സുകൾ ഒന്നുകൂടി കേട്ടതുകൊണ്ട് തെറ്റില്ല കേട്ടോ. ഇടയ്ക്ക് ഇതിൻ്റെ ഇടയിൽ ആ ക്ലാസ്സുകൾ ഒന്നുകൂടി കേട്ട് നോട്ടൊക്കെ ഒന്ന് എഴുതിയാൽ നല്ല. പിന്നെ നമ്മളെ ഇനി അഭിപ്രായലേഖനം പഠിക്കുന്നത്. അപ്പോൾ ഇനി പിന്നീട് വായിക്കുമ്പോഴും അത് പെട്ടെന്ന് നമുക്ക് പിടികിട്ടും. ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഫോൺ നമ്പറുണ്ടോ അതിനകത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ വിളിച്ച് ചോദിച്ചാൽ എനിക്കറിയാവുന്ന പോലെ വീണ്ടും ആവർത്തിച്ച് പറയാം. അപ്പോൾ എന്തിനാ ദൂതന്മാരെക്കാൾ താണത്? 14-ാം വാക്യം പറയാത്ത ഒരു ഞായറാഴ്ച സൺഡേ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി വന്ന് അവിടെയാണ്. അത്രേ ഉള്ളൂ, അത്രയും പറഞ്ഞാൽ മതി. മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. പക്ഷെ അവിടെ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആയതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട്. അപ്പോൾ മനുഷ്യനെ രക്ഷിക്കാൻ അവൻ നഷ്ടപ്പെടുത്തിയത് വീണ്ടെടുത്ത് കൊടുക്കാനായി എന്ത് ചെയ്തു? മനുഷ്യനെ പോലെ ആയി വന്നു. അപ്പോൾ എന്തായി? അതുകൊണ്ടാണ് എന്തായത്? ദൂതന്മാരെക്കാൾ താണത്. നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. ആരെ? മനുഷ്യനെ. യേശുവിനെ അല്ല, മനുഷ്യനെ സൃഷ്ടിച്ചത് അങ്ങനെയാണ്. ദൈവം
ദൂതന്മാർ, പിന്നെ മനുഷ്യർ. അപ്പം മനുഷ്യനെ രക്ഷിക്കാനായിട്ട് വന്നപ്പോൾ, മനുഷ്യനായി വന്നപ്പോൾ ആരായി? ദൂതന്മാരെക്കാൾ താണു. അത് 17-ാം വാക്യത്തിലുണ്ട്. 17-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചിട്ട് നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാം. 17-ാം വാക്യം. സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് എല്ലാവരെയും രക്ഷിക്കാൻ അവൻ യോഗ്യനാണ്, പ്രാപ്തനാണ് എന്നുള്ളത് തെളിയിച്ചു. എങ്ങനെ? സകലത്തിനും തൻ്റെ സഹോദരന്മാരോട്. ജഡശരീരത്തിൽ വന്നതിനാൽ മനുഷ്യർ തൻ്റെ ആരാണ്? സഹോദരങ്ങളാണ്. മേളിൽ 10ഉം 11ഉം വാക്യത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. വീണ്ടും ഒന്നുകൂടെ വരാത്തവർക്കും പുതിയ മുഖങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഒന്ന് ആവർത്തിച്ച് പറഞ്ഞെന്ന് മാത്രം. ഇനി നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒടുവിൽ പറഞ്ഞത് 2-ാം അധ്യായത്തിന് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ്. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ, നിങ്ങളതിലേക്ക് നോക്കിക്കോ, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടത് നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ? അവിടെയും താരതമ്യം. എന്താ താരതമ്യം? ദൂതന്മാർ യേശുക്രിസ്തുവിനേക്കാൾ ഇൻഫീരിയറാണ്, താണവരാണ്. അപ്പോൾ ആ താണവരായ ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം അനുസരിക്കാത്തവർക്ക് എന്ത് കിട്ടി? ശിക്ഷ. ന്യായമായ എന്ന വാക്കാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ന്യായമായ പ്രതിഫലം. ഞാൻ ചോദിക്കട്ടെ, അതിൽ നിന്ന് ഒരു ചെറിയൊരു ചിന്ത പറഞ്ഞ് പോവുക. നമ്മുടെ അയൽപക്കക്കാർ വിശ്വാസികളല്ല, അവിശ്വാസികളാണ്, രക്ഷിക്കപ്പെട്ടിട്ടില്ല. അവർ നുണ പറഞ്ഞാൽ ശിക്ഷയുണ്ടോ? ഉണ്ട്. നമ്മൾ നുണ പറഞ്ഞാലോ? അവർ അസഭ്യം പറഞ്ഞാൽ, വീട്ടിൽ വഴക്കുണ്ടാക്കിയാൽ എങ്ങനെയാ? തെറ്റാണോ? നമ്മൾ ചെയ്താലോ? ഈർഷ്യമുണ്ടെങ്കിൽ, വൈരാഗ്യമുണ്ടെങ്കിൽ അവർ ചെയ്താൽ തെറ്റാണോ? നമ്മളെ പറയൂലേ, അതുകൊണ്ട് അല്ലേ? നമ്മൾ ചെയ്താലോ? റോമാലേഖനത്തിൽ എൻ്റെ ഏറ്റവും ഇഷ്ട 2 ലേഖനങ്ങളാണ് റോമാലേഖനവും ഗലാത്യ ലേഖനവും. മാർട്ടിൻ ലൂതർ പറഞ്ഞത് എൻ്റെ പ്രേമഭാചനമാണ് ഗലാത്യ ലേഖനം എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിട്ടാണ് അദ്ദേഹം ഗലാത്യ ലേഖനത്തെ വിളിച്ചുകൊണ്ടിരുന്നത്. കാത്തി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതിലേക്ക് പോയാൽ എൻ്റെ സമയം പോകുന്നതുകൊണ്ട് ഞാൻ പക്ഷേ വേഗത്തിൽ പറയാം. റോമാലേഖനം 2-ാം അധ്യായത്തിൽ പറയുമ്പോൾ യഹൂദന്മാർ പാപികളാണെന്ന് പറഞ്ഞു വരുമ്പോൾ അവിടെ ഒരു പ്രസ്താവന പറയുന്നുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ. തിന്മ ചെയ്യുന്ന ഏതു മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും. നന്മ ചെയ്യുന്ന ഏത് മനുഷ്യാത്മാവിനും മാനവും മഹത്വവും സമാധാനവും ആദ്യം യഹൂദനും പിന്നെ യവനനും. അടുത്ത ഒരു സെൻറ്റൻസ് കൂടെ, ഒരു ക്ലോസ് കൂടെ ഉണ്ട്. എന്താണെന്നറിയാമോ? ദൈവത്തിന് മുഖപക്ഷം ഇല്ലല്ലോ. അപ്പോൾ യഹൂദൻ തെറ്റ് ചെയ്താൽ, യഹൂദൻ്റെ ചിന്താഗതി നമുക്ക് ന്യായപ്രമാണമുണ്ട്, ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് പരിച്ഛേദനയുണ്ട്, നമ്മളാരല്ല, പാപികളല്ല എന്നാണ്. അപ്പോൾ ന്യായമായ പ്രതിഫലം അടി നല്ലവണ്ണം കിട്ടും. ഒരു സംശയവും ആരും വിചാരിക്കേണ്ട. രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിനാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പാപം ചെയ്താൽ, അരുതായികൾ ചെയ്താൽ എന്ത് കിട്ടും? ശിക്ഷയില്ല. നിങ്ങൾ ആ വാക്ക് കൊരിന്ത്യർ ലേഖനത്തിലുണ്ട്, ഓർക്കുന്നുണ്ടോ? കർത്തൃമേശയിൽ അയോഗ്യമായി പങ്കെടുത്താൽ എന്ത് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ലോകത്തോടുകൂടെ നാം വിധിക്കപ്പെടുന്നുവെങ്കിലോ, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല, വിധിക്കപ്പെടുന്നുവെങ്കിലോ, നാം വിധിക്കപ്പെടുന്നുവെങ്കിലോ ലോകത്തോടുകൂടെ
ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കാവുന്നു. അപ്പോൾ നമുക്ക് എന്തില്ല? ലോകത്തോടു കൂടെ എന്തിലകപ്പെടില്ല. അയൽപക്കത്തെ അവറാച്ചൻ ചേട്ടൻ അതിൽ പോവും. അദ്ദേഹം നുണ പറയുന്നതുകൊണ്ട്, വഴക്കുണ്ടാക്കുന്നതുകൊണ്ട്, അടിയുണ്ടാക്കുന്നതുകൊണ്ട്, അസഭ്യം പറയുന്നതുകൊണ്ട് പുള്ളി എവിടെ പോവും? ശിക്ഷാവിധിയിൽ പോവും. പക്ഷെ നമ്മൾ പോകില്ല. പക്ഷെ നമുക്ക് എന്ത് കിട്ടും? ബാലശിക്ഷ കിട്ടും. ആ ബാലശിക്ഷ എന്തുവരെ ആകാം? നിദ്ര വരെ ആകാം. അപ്പം അത് ന്യായമാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്താണ്? അദ്ദേഹം നുണ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് നരകത്തിൽ വിടുകയും നമ്മൾ മക്കളായതുകൊണ്ട് നുണ പറയുന്നതിനാൽ നമ്മെ ശിക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തല്ല? നീതിയല്ല, ന്യായമായിട്ട് ദൈവം ശിക്ഷിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനെ ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? ദൂതന്മാർ മുഖാന്തരം ഇൻഫീരിയറായ, യേശുവിനേക്കാൾ താണവരായ ആ ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം ലഭിച്ച ദൈവജനമായ ഇസ്രായേലിനെ ദൈവം ശിക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ ആ ദൂതന്മാരെക്കാൾ ഉന്നതനായ അതിശ്രേഷ്ഠനായ ദൈവപുത്രനായ യേശുവിൻ്റെ വചനം കേട്ടിട്ട് അവനിൽ വിശ്വസിച്ച് വരുവാൻ പോകുന്ന ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ മനസ്സില്ലാത്തവരെ, അവർക്ക് പിന്നെ രക്ഷാമാർഗം, ഇത്ര വലിയ രക്ഷയെ അവഗണിച്ചാൽ എങ്ങനെ തെറ്റിയൊഴിയും? വേറെ രക്ഷാമാർഗം ഇല്ല. ഈ സാധാരണ നിരീശ്വരവാദികളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങളുടെ ദൈവം ഒരു കണ്ണിൽ ചോരയില്ലാത്ത, ഒരു നീതിയില്ലാത്ത, ഒരു ന്യായമില്ലാത്ത ആളാണല്ലേ? എന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞ്? അല്ല, സമാധാനമായി അവിടെ താമസിച്ചുകൊണ്ടിരുന്ന ആ കനാന്യരെയും പെരിസരെയും അന്യജാതിക്കാരെയൊക്കെ കയറി വെട്ടിക്കൊന്ന് അവരെ ഉള്ളതൊക്കെ തീ വെച്ച് നശിപ്പിച്ച് അവരെ ഒക്കെ ഉപദ്രവിച്ച് അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് നിങ്ങളുടെ ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരു കൂട്ടം ആളുകൾ എന്ത് ചെയ്തു? അവിടെ കയറ്റി പാർപ്പിച്ചു. അതൊരു മര്യാദകേടല്ലേ? അതൊരു നീതിയാണോ? എന്തോന്നു? ദൈവം ഒരു നീതികേടും ചെയ്യുകയില്ല. അതിന് ഉത്തരം വചനത്തിലുണ്ട്. ലേവ്യപുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്. ഇപ്പോൾ സമയമില്ല. ലേവ്യപുസ്തകം നിങ്ങൾ കുറിച്ചെടുത്ത് പിന്നീട് വായിച്ചാൽ ലേവ്യപുസ്തകം 18-24 മുതലും ആവർത്തന പുസ്തകം 9-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ വ്യക്തമായിട്ട് അവിടെ ദൈവം പറയുന്നുണ്ട്. എന്താ പറയുന്നത് അറിയാമോ? ആ ദേശത്തിലെ ജനങ്ങളുടെ ദുഷ്ടത നിമിത്തമാണ് ഞാൻ അവരെന്ത് ചെയ്യുന്നത്? അവിടെ നിന്ന് നീക്കിയത്. അവിടെ ലേവ്യപുസ്തകത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്, ദേശം അവരെ ആരോ പറഞ്ഞു, ദേശം അവരെ ഛർദ്ദിച്ച് കളഞ്ഞു എന്നാണ്. ഛർദ്ദിച്ച് കളഞ്ഞു. അപ്പോൾ ഏത് കുറ്റം ചെയ്തിട്ടാണോ ദേശം അവരെ ഛർദ്ദിച്ച് കളഞ്ഞത്, അതേ കുറ്റം നിങ്ങൾ ചെയ്താൽ നിങ്ങളെയും ദേശം ഛർദ്ദിച്ച് കളഞ്ഞോ. എത്രയോ പ്രാവശ്യം ഇസ്രായേലിൻ്റെ ചരിത്രം പഠിച്ചാൽ എത്രയോ പ്രാവശ്യം ദൈവം അവരെ ആ ദേശത്ത് നിന്ന് എടുത്ത്, എന്നിട്ട് ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ആ ദേശത്തിലെ ജനത്തിൻ്റെ ദുഷ്ടത നിമിത്തമാണ് ഞാൻ അവരെ അവിടെ നിന്ന് നീക്കിയത്. നിങ്ങളുടെ നന്മയോ നീതിയോ നിമിത്തമല്ല നിങ്ങളെ ഞാൻ അവിടെ ആക്കിയത്. നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തത്തിൽ നിമിത്തം, എൻ്റെ വിശ്വസ്തത നിമിത്തമാണ് അവിടെ ആക്കിയത്. ദൈവം പറയുന്നുണ്ട്. നമ്മൾ ഇസ്രായേലിൻ്റെ ചരിത്രം പഠിച്ച്, ഇസ്രായേലിൻ്റെ ഒരു 3500 വർഷത്തെ ചരിത്രം നമ്മൾ പഠിച്ചാൽ, ആ ചരിത്രം ഒരു സംക്ഷിപ്തമായി പറഞ്ഞാൽ തന്നെ ഒരിക്കൽ ഈ പ്രാവശ്യം ഇപ്പോൾ പാലസ്തീനും ഇസ്രായേലും തമ്മിൽ നടക്കുന്ന പ്രശ്നത്തിന് മുമ്പ് കുറേ വർഷങ്ങൾക്കും, എനിക്ക് തോന്നുന്ന ഒരു 2020 മുമ്പാണ്, ഒരിക്കൽ ഇതുപോലെ ചെറിയൊരു പ്രശ്നം പാലസ്തീനുമായിട്ടുണ്ടായപ്പോൾ, ഇസ്രായേൽ എന്തോ ബോംബിടുകയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാലസ്തീൻ വിഷയം ഒരു വിഷയമായി തീരുന്നത് നമ്മുടെ കേരളത്തിലാണല്ലോ. അപ്പോൾ ഇവിടെ അതിന് ഒരു പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നപ്പോൾ അന്ന് നമ്മുടെ പിണറായി വിജയൻ തന്നെയായിരുന്നു മുഖ്യമന്ത്രി. അദ്ദേഹം അതിൽ പങ്കെടുത്ത് യഹൂദന്മാർക്ക്, ഇസ്രായേലിനെതിരെ കുറേ വർത്തമാനങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിന് ഒരു ഉത്തരമെന്നോണം ആരോ ഒരു സഹോദരൻ ഒരു 40-45 മിനിറ്റ് ഉള്ള ഒരു ഓഡിയോ അതിന് ഒരു ഉത്തരമായിട്ട് അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ സമ്പൂർണ്ണമായ ചരിത്രം ഒറ്റ ശ്വാസത്തിലാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അതിനകത്ത് പറയുന്ന ഒരു വാക്കുണ്ട്, ദൈവമുണ്ടോ എന്ന ചോദ്യത്തിന് ഒറ്റ വാക്കിലുള്ള ഉത്തരമാണിത്, ഇസ്രായേൽ എന്ന് പറയും. ഇസ്രായേലിൻ്റെ ചരിത്രം പഠിച്ചാൽ ദൈവം തൻ്റെ വചനം നിവർത്തി ന്യായമായ പ്രതിഫലം, അതാണ്
തെറ്റ് ചെയ്തപ്പോഴൊക്കെ ദൈവം അവരെന്ത് ചെയ്തു? ശിക്ഷിച്ചു. ദൈവം അവരെ എടുത്ത് എറിഞ്ഞു. ഞാൻ നിങ്ങളെ ബാബേലിനപ്പുറം പ്രവസിപ്പിക്കുമെന്ന് യിരെമ്യാ പ്രവാചകൻ എടുത്ത് പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ ചുരുട്ടി എറിയുമെന്നാണ്. എൻ്റെ വചനങ്ങളെ നിങ്ങളെന്ത് ചെയ്തു? ലംഘിച്ചതുകൊണ്ട്. അപ്പം ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം ലംഘിച്ചവർക്ക് എന്ത് കിട്ടി? ന്യായമായ ശിക്ഷ അല്ലെങ്കിൽ പ്രതിഫലം കിട്ടിയെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം പല പല കാര്യങ്ങളിൽ കൂടെ സ്ഥാപിച്ചു ഉറപ്പിച്ചതുമായ ഈ വലിയ രക്ഷ അവഗണിക്കുന്നവർക്ക് വേറെ രക്ഷ ഇല്ല. അതുകൊണ്ട് ആ രക്ഷ സ്വീകരിച്ചവരാണ് നമ്മൾ. ആ രക്ഷയുടെ ആ ബോധ്യം, രക്ഷയുടെ ആ നിർണയം, രക്ഷാനിർണയം എന്ന് നമ്മൾ പറയും. രക്ഷിക്കപ്പെട്ടു നമ്മൾ, പക്ഷെ ഒരു രക്ഷാനിർണയം ഉണ്ടാകുന്നത് ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തത നമുക്ക് ഉണ്ടാകുമ്പോഴാണ്. അതുകൊണ്ട് ഇസ്രായേലിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് ആർക്കുണ്ട്? നമുക്കുണ്ട്. അത് നമ്മൾ മറക്കരുത്. ഇസ്രായേൽ ജനത്തേക്കാൾ കൂടുതൽ ഗൗരവകരമായ ഒരു സ്ഥലത്തേക്കാണ് കർത്താവ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഒരു ജിയോ പൊളിറ്റിക്കൽ നേഷനാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് ഒരു രാഷ്ട്രമായിട്ട് അവരെന്ത് ചെയ്തിരിക്കുക? ആക്കിയിരിക്കുന്നതാണ്. എന്നാൽ സഭ എന്ന് പറയുന്നത് അതല്ല. അതിനേക്കാൾ ശ്രേഷ്ഠമായ, ഒന്നിനാൽ സ്ഥാപിതമായ, കർത്താവ് തൻ്റെ രക്തം ചൊരിഞ്ഞ് സ്ഥാപിച്ചായ ഒരു സംവിധാനമാണ് സഭ എന്ന് പറയുന്നത്. അതുകൊണ്ട് നാം വളരെ സൂക്ഷിക്കാൻ ആവശ്യമുണ്ട് എന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്തോത്രം. അടുത്ത പോർഷനിലേക്ക് നമ്മൾ പോവുകയാണ്. യേശുക്രിസ്തു തൻ്റെ വ്യക്തിത്വത്തിൽ സർവശ്രേഷ്ഠനായ അതിശ്രേഷ്ഠനായിരിക്കുന്നതിൻ്റെ മൂന്നാമത്തെ കാരണം 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ, 1 മുതൽ അല്ലെങ്കിൽ 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ അവസാനത്തെ വാക്യം വരെ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് വായിക്കാം അതിൻ്റെ. ഭവനത്തെക്കാളും ഭവനം ചമച്ചവന് അധികം മാനമുള്ളതുപോലെ യേശു മോശയേക്കാൾ അധിക മഹത്വത്തിന് യോഗ്യനെന്ന് എണ്ണിയിരിക്കുന്നു. ഏത് ഭവനവും ചമക്കാൻ ഒരാൾ വേണം. സർവവും ചമച്ചവൻ ദൈവം തന്നെ. അവന്റെ ഭവനത്തിലൊക്കെ മോശെ വിശ്വസ്തനായിരുന്നത് അഗ്നിശങ്കരനായി ഇരുന്നതിന് സാക്ഷ്യം പറയുന്ന കൃത്യനായിട്ടത്രേ. ക്രിസ്തുവും അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ. പ്രത്യാശയുടെ ദൈവവും പ്രശംസയും നാം അവസരത്തോളം മുന്നേ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ബാക്കി നമുക്ക് ആവശ്യം പോലെ വായിക്കാം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. യേശുവിനെ നമ്മൾ പറഞ്ഞു, ഈ ലേഖനത്തിലെ ഒരു സന്ദേശം എന്ന് പറയുന്നത് എന്താണ്? യേശുവിനെ നോക്കുക, അല്ലെങ്കിൽ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. നമ്മൾ വിശ്വാസത്തിലേക്ക് വന്നത് ആരെ നോക്കിയിട്ടാണ്? യേശുവിനെ നോക്കിയിട്ടാണ്. ഇപ്പോൾ ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവരിപ്പം കുറേ പേര് അകത്ത് വന്നതും രക്ഷിക്കപ്പെട്ടതും ഒക്കെ ആരെ നോക്കിയിട്ടാണ്? യേശുവിനെ നോക്കിയിട്ടാണ്. പക്ഷേ ഇപ്പോൾ ഇവരെങ്ങോട്ടൊക്കെയാണ് നോക്കുന്നത്? പ്രവാചകന്മാരെ നോക്കുന്നു, ദൂതന്മാരെ നോക്കുന്നു. ഈ 3-ാം അധ്യായത്തിൽ നമ്മൾ വന്നപ്പോൾ ആരെ നോക്കുന്നു? മോശയെ നോക്കുന്നു. ഇനി അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ യോശുവയെ നോക്കുന്നു, ശബത്തിനെ നോക്കുന്നു, പിന്നെ യാഗപീഠത്തെ നോക്കുന്നു, പിന്നെ അഹരോനെ നോക്കുന്നു, മഹാപുരോഹിതന്മാരെ നോക്കുന്നു, പുരോഹിതന്മാരെ നോക്കുന്നു. ഇങ്ങനെ അനേക കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ പോകുന്നു. ശ്രദ്ധിച്ച് നോക്കുക. അവിടെ പറയാം, ശ്രദ്ധിച്ച് നോക്കുക. നമ്മുടെ തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞാൽ നോക്കിയിട്ട് നോക്കുക, നന്നായി നോക്കുക, യേശുവിനെ മാത്രം നോക്കുക. ഈ ലേഖനത്തിൽ തന്നെയാണല്ലോ പറയുന്നത്. അതുകൊണ്ട് സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അടുത്തത്, നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. കണ്ടോ, യേശുവിനെ നോക്കുക. അവനെന്ത് ചെയ്തു? തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. പാപികളാൽ തനിക്ക് ഇത്ര വലിയ വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. യേശുവിനെ നോക്കുക, യേശുവിനെ മാത്രം. എന്തിനാ? ഇവിടുത്തെ വിഷയത്തിൽ പറഞ്ഞാൽ രക്ഷ പ്രാപിക്കാൻ ആരെ നോക്കണം?
യേശുവിനെ നോക്കണം. മോഡലായിട്ട് മാതൃകയായിട്ട് ആരെ നോക്കണം? വിശ്വാസത്തിൻ്റെ നായകനുമായ യേശുവിനെ നോക്കണം. ആശ്വാസത്തിന് ആരെ നോക്കണം? യേശുവിനെ നോക്കണം. നമുക്കൊരു ആലോചന വേണമെങ്കിൽ ആരെ നോക്കണം? യേശുവിനെ നോക്കണം. ബിക്കോസ് ഹീ ഈസ് ദ കൗൺസിലർ, വണ്ടർഫുൾ കൗൺസിലർ. വേറെ ആരുമില്ല. അവനെപ്പോലെ ആലോചന പറഞ്ഞു തരാൻ വേറെ ആരുമില്ല. സമാധാനം വേണോ? ആരെ നോക്കണം? ക്രൂശിൽ കിടന്ന് സമാധാനം അനുഭവിച്ചാരാ? അനുഭവിക്കുകയും എന്നിട്ട് ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം. സ്തോത്രം. നമുക്ക് രോഗം വരുമ്പോൾ നമ്മൾ വേറെ എങ്ങും നോക്കണ്ട, എങ്ങോട്ട് നോക്കിയാൽ മതി, യേശു കർത്താവിലേക്ക്. അവൻ രോഗം ശീലിച്ചവനായിരുന്നു. എല്ലാറ്റിനും നോക്കാൻ പറ്റിയ ഒരാളുണ്ടെങ്കിൽ അതാരാ? ഇപ്പോൾ മനുഷ്യർക്ക് തെറ്റ്, നമുക്കൊക്കെ തെറ്റ് പറ്റുന്ന എവിടെയാണെന്നറിയാമോ? എവിടെയാ? നമ്മളെ എങ്ങോട്ട് നോക്കുന്നു? ഇങ്ങോട്ടൊക്കെ നോക്കുന്നു. അവിടെ നമുക്ക് എന്ത് പറ്റും? കുഴപ്പം പറ്റും. കുഴപ്പത്തിൽ നമ്മൾ ചാടിയിട്ട് പിന്നെ നമ്മൾ പറയുന്നത് അവരെ കണ്ടു, അവരങ്ങനെയല്ലേ, അവരൊക്കെ അങ്ങനെ ആയിരിക്കും. പക്ഷേ യേശു അങ്ങനെ അല്ല. ആരെ നോക്കണം? അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാർ, സ്വർഗീയ വിളിക്കോ ഒരുക്കാരായുള്ളവരെ, നാം സ്വീകരിച്ച് പറയുന്ന ആരെ സ്വീകരിച്ച്? ഈ പറഞ്ഞവരെയൊന്നും അല്ലല്ലോ, യേശുവിനല്ലേ. നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. യേശുവിനെ മാത്രം നോക്കുക. വഴിതെറ്റില്ല, ഒരു കുഴപ്പവും നമ്മുടെ ജീവിതത്തിലുണ്ടാകുകയില്ല. അപ്പോൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യം, രണ്ടാമത്തെ വാക്യത്തിൽ ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് കുറിപ്പുകൾ അതിൽ നിന്ന് തയ്യാറാക്കുമല്ലോ അതിൻ്റെ സന്ദർഭം അനുസരിച്ച്. രണ്ടാമത്തെ വാക്യത്തിൽ മോശയും യേശു കർത്താവും തമ്മിലുള്ള താരതമ്യമാണ്. അതുകൊണ്ട് മോശയേക്കാൾ കർത്താവ് ശ്രേഷ്ഠനാണ്. വേഗത്തിൽ പറഞ്ഞു പോകാം. 1, 2, 3 പോയിന്റുകൾ പറഞ്ഞു പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകും. മോശ ആരായിരുന്നു? ദൈവഭവനം എന്ന് ഉദ്ദേശിക്കുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന മുഴുവൻ സംവിധാനത്തെ, അതായത് ആ സമാഗമന കൂടാരത്തെ മാത്രം ഉദ്ദേശിച്ചോ അല്ലെങ്കിൽ ന്യായപ്രമാണത്തെ മാത്രം ഉദ്ദേശിച്ചോ അല്ല. ഇതെല്ലാം ചേർന്നുള്ള ദൈവഭവനം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഞായറാഴ്ചത്തെ ആരാധന മാത്രമാണോ സഭായോഗം? അല്ല. സഭ എന്ന് പറയുമ്പോൾ അതിലെ എല്ലാ സംവിധാനങ്ങളും കൂടെ ചേരുന്നത് പോലെ അല്ലേ? ആണോ? അപ്പോൾ നമ്മൾ സുവിശേഷ പ്രവർത്തനം നടത്തുന്നു, അതും എന്താ? അതും ഇതിനോട് ഈ ദൈവഭവനത്തിലെ ഒരു ഭാഗമായിരിക്കുന്ന പോലെ മോശ ആ ദൈവഭവനത്തിൽ ആ ന്യായപ്രമാണവും സമാഗമന കൂടാരവും ഇസ്രായേൽ ജനവും അവരുടെ യാത്രയും അവരുടെ കനാൻ ദേശ പ്രവേശനവും ഇതെല്ലാ സംവിധാനങ്ങളും ചേരുന്ന ആ ദൈവഭവനത്തിൽ ആരായിരുന്നു? ഒരു ഭൃത്യനായിരുന്നു താൻ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ആ ദൈവഭവനത്തിൽ താൻ എങ്ങനെ പ്രവർത്തിച്ചു? വിശ്വസ്തനായിട്ട് പ്രവർത്തിച്ചു. അങ്ങനെ വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനായിരുന്നു. അപ്പോൾ യേശു കർത്താവിനെ നോക്കിയിട്ട് അല്ലെങ്കിൽ യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് അയ്യോ മോശ യേശുവിനേക്കാൾ ഞങ്ങൾ മുമ്പുണ്ടായിരുന്ന യൂദാ മതത്തിലെ ന്യായപ്രമാണം നൽകിയത് അവർ ഏറ്റവും ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് വളരെ വിശിഷ്ട വ്യക്തിയായി ബഹുമാന്യനായി അവർ കണക്കാക്കുന്ന ഒരാളാണ് ആര്? മോശ. അവർ പറയുന്ന കർത്താവുമായിട്ട് സംഭാഷണത്തിൽ പറയുന്ന മോശ ഞങ്ങൾക്ക് ന്യായപ്രമാണം നൽകി. കർത്താവ് പറഞ്ഞു, അപ്പോൾ നിങ്ങളതെന്ത് ചെയ്തിട്ടില്ല, പാലിച്ചിട്ടില്ല. നിങ്ങൾ മോശയെ ബഹുമാനിക്കുന്നു എങ്കിൽ എൻ്റെ വാക്ക് അനുസരിക്കുമായിരുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ മോശ അവർ വളരെ വലിയൊരാളായിട്ടാണ് യഹൂദന്മാർ അന്നും ഇന്നും കണക്കാക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അവർക്കൊരു അയ്യോ മോശയേക്കാൾ ഇനി ചെറുതാണോ യേശു? അല്ല, മോശ വിശ്വസ്തനായിരുന്നതിനേക്കാൾ ഒരു പടി കൂടെ നമുക്ക് ചേർത്ത് പറയാനായിട്ട് കഴിയും. യേശു ആരാണ്? ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. മോശ തൻ്റെ ഇഷ്ടപ്രകാരമാണോ കാര്യങ്ങൾ ചെയ്തത്? അല്ല. നമ്മൾ വായിക്കുന്നുണ്ട്, അനന്തരം യഹോവ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായി. എനിക്ക് വളരെ ഇഷ്ടമുള്ള പഴയ നിയമത്തിലെ ചില പ്രയോഗങ്ങളിൽ ഒന്നാണ്, അനന്തരം ദൈവം അബ്രാമിന് പ്രത്യക്ഷനായി. നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്.
അനന്തരം ദൈവം മോശയോട് അരുളി ചെയ്ത്, അങ്ങനെ മോശയോട് അരുളി ചെയ്തു. അപ്പം ദൈവം പറഞ്ഞ കാര്യങ്ങളാണ് മോശ പ്രാവർത്തികമാക്കിയത്. മോശയുടേതായ ഒരു കാര്യവും ചെയ്തില്ല. മോശയുടെ ഇഷ്ടത്തിനൊരു കാര്യവും ചെയ്തില്ല. മാത്രമല്ല, മോശ ഒരിക്കലും വളരെ വളരെ എളുപ്പമുള്ള, വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമായിരുന്നോ ഈ ഇസ്രായേൽ ജനത്തെ, അല്ലെങ്കിൽ നമ്മളിവിടെ ദൈവഭവനം എന്നാണ് പറഞ്ഞത്, മോശ ദൈവഭവനത്തിലൊക്കെയും അപ്പോൾ ദൈവഭവനം എന്ന് പറയുമ്പോൾ ദൈവഭവനല്ലേ, എന്തൊരു രസമായിരിക്കും അല്ലേ, ഭയങ്കര അപ്പം അതിനെ വളരെ ഈസി ആയിരുന്നോ മോശയ്ക്ക് കൊണ്ടുപോകുന്നത്, നയിക്കുന്നത് ഈസി ആയിരുന്നോ? അല്ല. ദൈവമാ പറഞ്ഞത്. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിന് 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം പറഞ്ഞു, എന്താ, മോശ വിശ്വസ്തനാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ വാക്കാണ്. മോശ വിശ്വസ്തനാണെന്നും അതുപോലെ മോശ സൗമ്യനാണ് എന്നുള്ളതും ദൈവത്തിൻ്റെ ആ വാക്കാണ്, ദൈവത്തിൻ്റെ സാക്ഷ്യപത്രമാണത്. അപ്പോൾ മോശ ഒരിക്കൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ ദൈവം പറയുന്നുണ്ട്, ഞാൻ ഇവരെന്ത് ചെയ്യാൻ പോവാം, നശിപ്പിക്കാം. ആരെ? ഇസ്രായേൽ മക്കളെ. അപ്പം മോശയാണ് പറയുന്നത് എന്ത്, അങ്ങനെ ചെയ്യരുത്. അപ്പം നാട്ടുകാരെന്ത് പറയും? ഞാൻ എൻ്റെ ഭാഷയിൽ പറയുമോ, നാട്ടുകാർ അത് പറയും, ഇവരുടെ ദൈവം അവിടെ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്നിട്ട് കനാൻ ദേശത്ത് പ്രവേശിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് അവർ പറയും. മോശ ദൈവഭവനത്തിലൊക്കെ എന്തായിരുന്നു? മോശ പറയുന്നുണ്ട്, അവരെ നശിപ്പിക്കേണ്ട, എന്നെ എന്ത് ചെയ്തു, എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചോട്ടെ. ജീവപുസ്തകം, നമ്മൾ ജീവൻ്റെ പുസ്തകം കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞത്, ആ ജീവപുസ്തകം അല്ല, ഞാൻ മരിച്ചു മരിച്ചോട്ടെ. അപ്പോൾ ദൈവം പറഞ്ഞു, അങ്ങനെയല്ല, പാപം ചെയ്യുന്നവൻ എന്ത് ചെയ്യും, തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ മോശ ദൈവഭവനത്തിലൊക്കെയും എന്തായിരുന്നു, വിശ്വസ്തനായിരുന്നു. ദൈവം പറഞ്ഞതുപോലെ ചെയ്തു. നമ്മൾ സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മാണത്തോടുള്ള ബന്ധത്തിൽ ദൈവം പറയുന്നുണ്ട്, എങ്ങനെ ഉണ്ടാക്കണം എന്നാ പറഞ്ഞേ? പർവ്വതത്തിൽ വെച്ച് ഞാൻ നിനക്ക്, അവിടെ അത് പറയുന്നത് എബ്രായ ലേഖനത്തിലാണ്, അവിടെ പുറപ്പാട് പുസ്തകത്തിൽ പറയുമ്പോൾ ഞാൻ നിനക്ക് കാണിച്ചു തന്നതുപോലെ സകലവും ഉണ്ടാക്കുവാൻ സൂക്ഷിക്കുക. അപ്പോൾ മോശ എങ്ങനെ ഉണ്ടാക്കിയേ? ഇതിപ്പോൾ കുഴപ്പമില്ല, ചേട്ടനൊരു കാര്യം ചെയ്യും, ഇപ്പോൾ ഇച്ചിരി പൊന്നിൻ്റെ അല്പം കുറവുണ്ടല്ലോ, എന്നാൽ പിന്നെ ഇവിടെ ഇച്ചിരി കുറച്ച് നമുക്ക് ആ പൊന്നിൽ എന്ത് ചേർക്കാം, കുറച്ച് എന്താ ചേർക്കുന്നതിൽ, സ്വർണ്ണത്തിൽ താമ്രം അല്ലേ, ചെമ്പ്, കുറച്ച് നമുക്ക് ചെമ്പ് ചേർക്കാം. പറ്റുമോ? ചേർത്തോ? ഇല്ല. അല്ലെങ്കിൽ ദൈവം ദൈവം പറഞ്ഞതുപോലെ ചെയ്തു. അതുകൊണ്ട് മോശ ഭവനത്തിലൊക്കെയും യേശുവോ കർത്താവ് എന്താ പറഞ്ഞേ? ആഹാരത്തിന് വിളിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത്, പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നതാണ് എൻ്റെ ആഹാരം. എല്ലാവരും വീട്ടിലേക്ക് പോയി, യേശു മലയിലേക്ക് പോയി. രാത്രി എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. നമ്മൾ പാടുന്നുണ്ട്, നാഗൽ സാഹിബ് നമുക്ക് മനോഹരമായ ഗാനം എഴുതി തന്നിട്ടുണ്ട്. രാത്രി മുഴുവനും പ്രാർത്ഥിച്ചുണർന്ന ഭക്തിയുള്ളൊരു യേശുവെ പ്രാർത്ഥിപ്പാനായും ഉണരാനായും ശക്തി തരേണം എന്നുമേ. സ്തോത്രം. അപ്പോൾ പ്രാർത്ഥിക്കുക, പിതാവിനോട് ചോദിച്ചിട്ടാണ്. അല്ലാതെ ഒരാൾ വരുമ്പോഴത്തേനും എന്നാൽ ഇവനെ അങ്ങോട്ട് സൗഖ്യമാക്കിയേക്കാം ആണോ? അല്ല. പിതാവേ, ഇപ്പോൾ നിന്റെ നാമം മഹത്വപ്പെടുത്തണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ലാസറിനെ എന്ത് ചെയ്യുന്നത്? ഉയർപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പിതാവിൻ്റെ ഇഷ്ടം, പിതാവ് പറഞ്ഞതുപോലെയാണ് എല്ലാം ചെയ്യുന്നത്. നമുക്ക് കഴിവുണ്ട്, അതിൽ 1-2 കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകാം. നമുക്ക് കഴിവുണ്ട് എന്നുള്ളത് നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാനായിട്ടുള്ള ലൈസൻസ് അല്ല. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എവിടെ നിന്ന് അനുവാദം വേണം? നമുക്ക് മുകളിൽ നിന്ന് അനുവാദം. കർത്താവ് പീലാത്തോസിനോട് പറഞ്ഞ പോലെ മുകളിൽ നിന്ന് അനുവാദം ലഭിച്ചിട്ട്, നിത്യപുത്രനാണ്, പക്ഷെ ആരായിട്ട് വന്നു? മശിഹാപുത്രനായി, ദാസനായി, മനുഷ്യനായി, ദേഹധാരിയായി വന്നിരിക്കുക. എല്ലാം ആരോട് ചോദിച്ചിട്ടാണ്? ദൈവത്തിൻ്റെ ഭവനത്തിലെ വിശ്വസ്തനായ ഒരു ശുശ്രൂഷകനായി, ദാസനായിട്ട് അവിടെ നിന്നെല്ലാം ചെയ്യുകയാണ്. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്ന പോലെ കർത്താവ് തന്നെ, അല്ലെങ്കിൽ യേശു തന്നെ കൽപ്പിച്ചാക്കിയവന്, നിയമിച്ചാക്കിയവന്
വിശ്വസ്തനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വിശ്വസ്തരായിരിക്കണം. നമ്മളും ശുശ്രൂഷകന്മാരല്ലെങ്കിൽ ദാസന്മാരാണ് എല്ലാവരും. എങ്ങനെ എല്ലാവരും? റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങളൊന്ന് വായിക്കാം. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ. നമ്മൾ ആരായിരുന്നു നേരത്തെ? പാപത്തിൻ്റെ. റോമാലേഖനം 6-ന്റെ 17-18 ഇപ്പോൾ വായിക്കുന്നത്. 17-ാം വാക്യത്തിൽ എങ്ങനെ സ്റ്റാർട്ടിങ് മോനെ? എന്നാൽ നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവം അനുസരിച്ച് ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം കൂടെ 18. മതി. നമ്മൾ നേരത്തെ ആരായിരുന്നു? പാപത്തിന് ദാസന്മാർ. ഇപ്പോൾ ആരാ? നീതിക്ക് ദാസന്മാർ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദാസന്മാരാണ്. ദൈവത്തിൻ്റെ ദാസന്മാരാണ്. ദൈവം പറയുന്നത് അതുപോലെ ആരാ ദാസൻ? യജമാനൻ പറയുന്നത് പോലെ ചെയ്യുന്ന. ആരാ ശിഷ്യൻ? ഗുരു പറയുന്നത് പോലെ ചെയ്യുന്നവൻ. അപ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാർ എല്ലാവരുമാണ്. ഒരു ഭവനം, നമുക്കൊരു വീട് തന്നിട്ടുണ്ടെങ്കിൽ, ഒരു കുടുംബം തന്നിട്ടുണ്ടെങ്കിൽ, ആ കുടുംബത്തിൽ ഭർത്താവ് എന്ന നിലയിൽ ഞാൻ ആരാ? ഞാൻ അവിടുത്തെ അധികാരി, തലയാ. പക്ഷേ അതല്ല, ദൈവം അതൊരു എന്ത് തന്നിരിക്കുക? ദൈവത്തിൻ്റെ ഒരു ദാസനായി, ഒരു ശുശ്രൂഷകനായിട്ട് വീട്ടിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ഒരു ദാസനാക്കി അവിടെ ആക്കിയിരിക്കുക. ദൈവം നോക്കുന്നുണ്ട് അത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഒരു ഭാര്യയായിട്ടാണ് നിങ്ങളെ ആക്കിയിരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് വചനം പറയുന്ന പോലെ ഒരു ദാസിയായിട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ? അതിൽ വിശ്വസ്തതയുണ്ടോ? നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നതിലാണെന്ത്? അതാണല്ലോ വിശ്വസ്തത എന്ന് പറയുന്നത്, അല്ലേ? അതാണ് വിശ്വസ്തത. വീട്ടിൽ, നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, നമ്മളായിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കാം. സഭയിലാണെങ്കിൽ സുവിശേഷകനായിരിക്കാം, മൂപ്പനായിരിക്കാം, ശുശ്രൂഷകന്മാരായിരിക്കാം, സഭാ ശുശ്രൂഷകളിൽ സഹായിക്കുന്ന, അതിൽ തങ്ങളുടേതായ ദൗത്യങ്ങൾ നിർവഹിക്കുന്ന ആളുകളായിരിക്കാം. മറ്റ് സഹോദരങ്ങളോട് ചേർന്ന് പല കാര്യങ്ങളിൽ ഏർപ്പെട്ട് സഭയുടെ ആത്മീയ ഉന്നതിക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കാം. നാം ദൈവത്തിൻ്റെ ദാസന്മാരാണ്, ഭൃത്യന്മാരാണ് എങ്കിൽ വിശ്വസ്തനായിരിക്കണം. ശുശ്രൂഷകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തന്മാരായിരിക്കണം. 1:4 അല്ലേ? വിശ്വസ്തന്മാരായിരിക്കണം. അവർ നല്ല കഴിവുള്ളവരായിരിക്കണം. ആണോ? അല്ല, കഴിവുണ്ടെങ്കിൽ നല്ലത്, പാണ്ഡിത്യം ഉണ്ടെങ്കിൽ നല്ലത്, പക്ഷെ വിശ്വസ്തരായിരിക്കണം. 2 കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഒരു ദേവദാസൻ പറഞ്ഞത്, എ മെസ്സഞ്ചർ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ മെസ്സേജ്, അല്ലേ? മെസ്സഞ്ചർ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. പൗലോസ്ലീഹ തിമോഥെയോസിനോട് പറയുന്നുണ്ട്, എന്താ? നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിക്കുക. അപ്പോൾ അതിന് ഞാനിങ്ങനെ പറയട്ടെ. 1 ലൈഫ്, നിന്നെ തന്നെ. 2 ഉപദേശം, മിനിസ്ട്രി. ലൈഫ് ആൻഡ് മിനിസ്ട്രി, ജീവിതവും ശുശ്രൂഷയും. നമ്മൾ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ 2 കാര്യം എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. 2ഉം പ്രധാനപ്പെട്ടതാണ്. ലൈഫ് ആൻഡ് മിനിസ്ട്രി, ജീവിതവും ശുശ്രൂഷയും. അവിടെ വിശ്വസ്തത ആവശ്യമാണ്. അനേകർക്ക് ദുഃഖകരമെന്ന് പറയട്ടെ, ഇതിൽ 2ലും എന്തില്ല? വിശ്വസ്തത ഇല്ല. വിശ്വസ്തത എന്ന് പറയുന്നത് സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമാകുമ്പോഴും ദൈവം ഏൽപ്പിച്ചതായ പ്രവൃത്തി, കർത്താവ് പറഞ്ഞ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത്, ദൈവം ഏൽപ്പിച്ച പ്രവൃത്തിയും ജീവിതവും വൃത്തിയായി കൊണ്ടുപോകാൻ സാധിക്കുന്നതാണെന്ത്? വിശ്വസ്തത എന്ന് പറയുന്നത്. ഞാൻ ആ വൃത്തി എന്നുള്ള വാക്ക് ഞാൻ പലപ്പോഴും ഉപയോഗിക്കുന്നതാണ്. നിങ്ങളത് ക്ഷമയോടെ കേൾക്കണം.
ജീവിതവും ശുശ്രൂഷയും സാഹചര്യങ്ങൾ മാറി മാറി വരുമ്പോഴും വൃത്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണെന്ത്? വിശ്വസ്തത. ഈ 1 കൊരിന്ത്യർ 4:1 ശുശ്രൂഷകന്മാരിൽ അന്വേഷിക്കുന്നതോ ഒരു വിശ്വസ്തരായിരിക്കണം എന്നുള്ള ആ വാക്യം ഒരിക്കൽ ഒത്തിരി വർഷം, എനിക്ക് തോന്നുന്നു 10-25 വർഷം മുമ്പ് ഒരു ദേവദാസൻ പ്രസംഗിച്ച് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതേ ആ ഒരു ഉപമ പറഞ്ഞത്, ഒരു ഉദാഹരണം പറഞ്ഞത്, ഈ പണ്ടൊക്കെ കപ്പലുകൾ, വലിയ കപ്പലുകളൊക്കെ വലിയ തുഴക്കാരെ വെച്ചാണ്, അതായത് അതിൻ്റെ അടിത്തട്ടിൽ തുഴക്കാരെ വെച്ചാണ് തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ തുഴക്കാരെന്ന് പറയുന്നതെല്ലാം ഈ അടിമകളായിരിക്കും. അടിമകളെ വെച്ച് തുഴയിക്കുന്നത്. അപ്പോൾ ഈ അതായത് അതിന് പല ഡെക്കുകൾ എന്നുള്ളതുപോലെ തന്നെ ഡെക്കുകളുണ്ടായിരിക്കും. അപ്പോൾ ഏറ്റവും അടിയിലത്തെ ഡെക്കിൽ ഈ അടിമകളെ അവരുടെ കാലുകൾ ആമത്തിലിട്ട് പൂട്ടിയതിന് ശേഷം അവരെ കൊണ്ട്, ഈ കറുത്തവർഗ്ഗക്കാരായ അടിമകളെ കൊണ്ട്, അവർ നല്ല ആരോഗ്യമുള്ളവർ, അവരെ കൊണ്ടാണ് തുഴയിപ്പിക്കുന്നത്. അപ്പോൾ ഈ കപ്പൽ ഒരു അപകടത്തിൽ, കാറ്റും കോളിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇടിച്ച് അതിൽ ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. എന്താ കഴിയാത്തത്? അവരുടെ കാല് ആമത്തിലിട്ട് ചങ്ങലയിട്ട് എന്ത് ചെയ്തിരിക്കുക? പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ദേവദാസൻ പറഞ്ഞത്, ആ ഒരു ഒരു ദൈവദാസൻ, ഒരു ദൈവഭൃത്യൻ അങ്ങനെയാണെന്നാണ് പറഞ്ഞത്. ഒരു പ്രശ്നം വരുമ്പോൾ, ഇപ്പോൾ കർത്താവിൻ്റെ കൂടെ കർത്താവിനെ പിടിക്കാനായിട്ട് വന്നപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു? ശിഷ്യന്മാരൊക്കെ കർത്താവ് എന്താ ഓടാഞ്ഞ്? കർത്താവ് എന്താ പറഞ്ഞത്? ഞാനിതാ യെരൂശലേമിലേക്ക് പോകുന്നു, മനുഷ്യരെന്നെ പിടിക്കും, അവരെന്നെ തുപ്പി അടിച്ച്, അവരെന്നെ ഉപദ്രവിച്ച്, മനുഷ്യപുത്രനെ കൊല്ലും. പോകാണ് കൊല്ലപ്പെടാൻ. കാരണം സ്നേഹത്തിൻ്റെ ചങ്ങല വെച്ച് ബന്ധിച്ചിരിക്കുക. എല്ലാവരും ഓടിയാലും എനിക്ക് ഓടാൻ പറ്റുന്നില്ല. പ്രശ്നങ്ങളുണ്ട്, സംഘർഷങ്ങളുണ്ട്. ആത്മീയ ശുശ്രൂഷ അതാണ്. നമുക്ക് ഇട്ടിട്ട് നമുക്ക് തോന്നും പലപ്പോഴും. ഞാൻ കഴിഞ്ഞ നവംബറിൽ രാജസ്ഥാനിൽ പോയപ്പം അവിടെ ദേവദാസന്മാരായിട്ടൊക്കെ ഇങ്ങനെ എൻ്റെ ഈ 10-25 വർഷത്തെ അനുഭവങ്ങളും ദൈവവചനമൊക്കെ ഇങ്ങനെ പങ്കുവെച്ചപ്പം ഒരു ദേവദാസൻ പറഞ്ഞു, 3 പ്രാവശ്യം സൈക്കാട്രിസ്റ്റിനെ പോയി കണ്ടു. 3 പ്രാവശ്യം. അപ്പം ഞാൻ പറഞ്ഞു, അത് വലിയ കാര്യമൊന്നുമല്ല ബ്രദറെ, നമ്മൾ പോയി കണ്ടില്ലെന്നേ ഉള്ളൂ. ഈ കർത്താവ് പാപികളാൽ തനിക്ക് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ, അങ്ങനെ സഹിക്കുമ്പോൾ എന്തുണ്ടാവും? അത് നല്ലൊരു സന്തോഷം, ഭയങ്കര ഉല്ലാസം. ആണോ? എന്തുണ്ടാവും? ചങ്ക് പൊട്ടിപ്പോകുന്ന പോലെ തോന്നും, മാനസികമായി വിഭ്രാന്തി ഉണ്ടാകുന്ന പോലെ തോന്നും. അതുകൊണ്ടാണ് എബ്രായ ലേഖനം തന്നെ 13-17 വാക്യത്തിൽ വായിക്കും, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് അവർക്ക് കീഴ്പ്പെട്ടിരിപ്പിൽ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നവർ ആകയാൽ അവരത് എങ്ങനെ ചെയ്യണം? സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ, അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് സംഘർഷം, ഭയങ്കര സമ്മർദ്ദം. അപ്പോൾ ഒരു എപ്പോഴാണ് ഉണ്ടാകുന്നത്? അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഇപ്പോൾ ഒരു ഉപദേശപരമായൊരു വിഷയം, ഒരു പ്രശ്നം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ശരിയാണല്ലോ, അവരുണ്ട് ഇവരുണ്ട്. അപ്പോൾ നമ്മൾ ആ ദൈവവചന പ്രകാരം നിൽക്കുന്നവരൊക്കെ കുറച്ച് പേരുണ്ടല്ലോ, വലിയൊരു ആശ്വാസം. പിന്നെ നമ്മൾ നോക്കുമ്പോൾ സഹായിക്കുന്നവർ, ഞാൻ കർത്താവിൻ്റെ വിശ്വസ്തതയെക്കുറിച്ചാണ് പറയുന്നത്. ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി, അപ്പോൾ 5-6 പേരെയൊക്കെ കണ്ടു. ഉണ്ടോ ആരെയും? അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പുനർവിവാഹത്തെ സംബന്ധിച്ച്, വിവാഹമോചനത്തെ സംബന്ധിച്ച് ഒക്കെയുള്ള ഉപദേശപരമായ കാര്യങ്ങളിൽ, അല്ല മറ്റുള്ള അടിസ്ഥാന ഉപദേശപരമായ കാര്യങ്ങളിൽ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ദൈവജനത്തിൻ്റെ നടുവിൽ അശുദ്ധി കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിന് നമ്മൾ വിരോധിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവരൊക്കെ ഉണ്ടല്ലോ. പിന്നെ നോക്കുമ്പോഴാണ് എണ്ണം എന്ത് ചെയ്യുക? എണ്ണം കൂടുകയാണോ? മുന്നോട്ട് പോകുമ്പോൾ എണ്ണം കൂടുമോ കുറയുമോ? നിങ്ങളെന്ത് പറയുന്നു? എണ്ണം കൂടുമോ കുറയുമോ? കുറയും. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ ഒരു ന്യൂട്രൽ ആവണം. ആണോ? കർത്താവ് എന്ത് ചെയ്തു? തന്നെ നിയോഗിച്ചയച്ച കാര്യത്തിൽ അവൻ വിശ്വസ്തനായിരുന്നു. ഇട്ടിട്ട് ഓടരുത്.
സമ്മർദ്ദം അനുഭവിക്കണം. ഈ സമ്മർദ്ദങ്ങളൊക്കെ അനുഭവിച്ച് വിരോധവും പോരും അസഭ്യങ്ങളും അനാദരവുകളും എല്ലാം അനുഭവിച്ച് വേല തികയ്ക്കുന്നതാണെന്ത്? വിശ്വസ്തത എന്ന് പറയുന്നത്. അങ്ങനെ ആയിരുന്നു ആര്? കർത്താവ്. മോശയെ ആദരിച്ചോ? ഇന്ന് അവർ പിതാക്കന്മാരെ ആദരിക്കുക. അവർ പറയുന്നു, കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാർ അനാദരിക്കുകയും കൊല്ലുകയും ചെയ്ത പ്രവാചകന്മാരുടെ പേരിൽ നിങ്ങൾ എന്ത് പണിയുന്നുണ്ട്? കല്ലറ പണിതുകൊണ്ട് പിതാക്കന്മാരുടെ പാപങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യുക? പൂരിപ്പിക്കുക. മരിച്ചു കഴിയുമ്പോൾ നല്ലവനാണെന്ന് പറയുക അല്ലേ എന്ന് പറയുന്നത് പോലെ കർത്താവ് പറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെ അനുഭവിച്ച് എന്ത് ചെയ്യണം? ശുശ്രൂഷ തികയ്ക്കണം. അതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ആരാകും? വിശ്വസ്തരാകും. അങ്ങനെ മോശയെപ്പോലെ അവൻ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് മോശയേക്കാൾ ശ്രേഷ്ഠനായിരിക്കുന്നു? ഒന്ന്, മോശയെപ്പോലെ തന്നെ താൻ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. 2, ദൈവഭവനത്തിലെ ഭൃത്യനായിരുന്നു, എന്നാൽ യേശു ഭവനം ചമച്ചവനാണ്. മോസസ് ലെഡ് ദ ഹൗസ് ബട്ട് ജീസസ് ബിൽഡ് ദ ഹൗസ്. 3-ാം വാക്യം, ഭവനത്തെക്കാളും ഭവനം ചമച്ചവൻ അധികം മാനമുള്ളതുപോലെ യേശുവും മോശയേക്കാൾ അധികം മഹത്വത്തിന്. യേശു മോശയേക്കാൾ അധികം മഹത്വത്തിന്. എന്തുകൊണ്ട്? സ്റ്റാർട്ടിങ് ഒന്ന് നോക്കിയേ. ഭവനത്തേക്കാൾ ഭവനം ചമച്ചവന് അധികം മഹത്വമുള്ളതുപോലെ യേശുവും മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യൻ. അപ്പോൾ ആരാ ചമച്ചേ? യേശു. അടുത്ത വാക്യത്തിൽ സകലവും ചമച്ച ദൈവമല്ലോ എന്ന് പറയുന്നുണ്ട്. അവിടുന്ന് ദൈവമാണ്. യേശു മോശയേക്കാൾ അധികം മഹത്വത്തിന്. അപ്പോൾ താരതമ്യം വരുക. ഇല്ല, എബ്രാഹിം അത് മറക്കരുത്. താരതമ്യം. മോശയേക്കാൾ മഹത്വമുള്ള മാനമുള്ള ഒരുവനാണ് യേശു. കാരണം മോശ ഏതിൽ ശുശ്രൂഷിച്ചുവോ ആ ഭവനത്തിൻ്റെ ഉടമസ്ഥനാണ്, ആ ഭവനത്തെ ചമച്ചവനാണ് ആര്? യേശു. ഓക്കെ, മുന്നോട്ട് പോകാം. അത്ര മതി. 4-ാം വാക്യം, 4, 5, 6 വാക്യം. 3-ാമത്തെ പോയിന്റ്. 5-ാം വാക്യം വായിച്ചാൽ മതി. പിന്നെ 5, 6 വാക്യം. മതി. അപ്പം മോശ ആരായിരുന്നു? ദൈവഭവനത്തിലെ ഭൃത്യനായിരുന്നു അല്ലേ? 5-ാം വാക്യം, അവൻ്റെ ഭവനത്തിലൊക്കെ മോശ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന ഈ അരുളി ചെയ്തത്, മോശ മുഖാന്തരം അരുളി ചെയ്തത് എന്താ? അത് അടുത്ത പോയിന്റിലാണ്. 3-ാമത്തെ പോയിന്റിൽ പറയുന്നത് അരുളി ചെയ്യുവാനിരുന്നതിൻ്റെ ഭൃത്യനാണ് ആര്? മോശ. പക്ഷേ യേശു ആരാണ്? ക്രിസ്തുവോ അവൻ്റെ ഭവനത്തിന് അധികാരിയാണ്. അപ്പോൾ മോസസ് വാസ് സുപ്പീരിയർ ടു ഓൾ പ്രോഫറ്റ്സ് ബട്ട് ജീസസ് ഈസ് ദ ലോർഡ് ഓഫ് ഓൾ. എല്ലാ പ്രവാചകന്മാരെക്കാളും ശ്രേഷ്ഠനായിട്ടാണ് ആരെ കാണുന്നത്? മോശയെ യഹൂദന്മാർ കാണുന്നത്. പക്ഷേ ഈ എല്ലാ പ്രവാചകന്മാരുടെയും കർത്താവാണ്, അധികാരിയാണ് ആര്? യേശു കർത്താവ്. ഈ തെറ്റിദ്ധാരണയെ മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ്. കർത്താവ് ശിഷ്യന്മാരുമായിട്ട് വയലിൽ കൂടെ പോകുമ്പോൾ ശിഷ്യന്മാർ കതിർ പറിച്ച് തിരുമ്മി തിന്നു. അപ്പോൾ പരീശന്മാരും ആളുകളും പറഞ്ഞു, ഇവരെന്ത് ചെയ്യുന്നു? ശബത്ത് ലംഘിക്കുന്നു. കർത്താവ് എന്ത് പറഞ്ഞു? മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു. അതാണിവിടെ. അതായത് അവൻ ക്രിസ്തുവോ തൻ്റെ ഭവനത്തിന് അധികാരി. ഹി ഈസ് ദ ലോർഡ് ഓഫ് ദ ഹൗസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഭവനത്തിന് അധികാരി ആരാ? ലോർഡ് ആരാ? നാഥൻ ആരാ? യേശുവാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞല്ലോ മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാണ്. അതിൻ്റെ അർത്ഥം എന്താ? അടച്ചു, അതും കൂടെ പറഞ്ഞ് നിർത്തുക. അതിൻ്റെ അർത്ഥം എന്താ? മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാണ് എന്ന് പറഞ്ഞാൽ എന്താ? ഈസ് ദ ലോർഡ് ഓഫ് സാബത്ത്. പിന്നിലിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് പറയാതിരിക്കാനുള്ള ഇതല്ല.
പറയാം, ഉറക്കെ പറയാം, അറിഞ്ഞില്ലേലും പറയാം. അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇതെല്ലാം അറിഞ്ഞിട്ടല്ല ഞാനും പറയുന്നത്. ഓക്കെ, അതാണ് ശബത്തിൻ്റെ ഉടമസ്ഥൻ. എടാ മക്കളെ, ഞാനാടാ ഈ ശബത്ത് ഉണ്ടാക്കിയത്, ശബത്ത് നിങ്ങൾക്ക് തന്നത് ആള് ഞാനാടാ. അതാണ് കർത്താവ് പറഞ്ഞത്. അങ്ങനെ കർത്താവ് പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? വിട്ടുപൊക്കോണം, അത് പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കരുത്. അവരെന്ത് ചെയ്തു? അവനെ എറിയുവാൻ കല്ലെടുത്തു. ശബത്ത് ലംഘിച്ചു. ഇങ്ങനെയുള്ള കുറ്റങ്ങളാണല്ലോ ക്രൂശിൽ തറയ്ക്കാൻ കാരണമായി തീർന്നത്. കർത്താവിനെ അവസാനം കൊന്നു. കർത്താവാണെന്ന് അവരെന്ത് ചെയ്തില്ല? അംഗീകരിച്ചില്ല. പൊക്കോണം ഇവിടുന്ന്, ഞങ്ങളുടെ ഇടയിൽ കാണരുത്. അതാണ് അവരുടെ മനോഭാവം. അതുകൊണ്ടാണ് കല്ലെടുത്തത്. പലപ്പോഴും അവരുടെ ഇടയിൽ നിന്ന് കർത്താവ് എന്ത് ചെയ്തു? മാറിപ്പോയി, വാങ്ങിപ്പോയി. നമുക്ക് ഈ കുഴപ്പമുണ്ട്. കുഴപ്പമുണ്ടോ? രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണ്? എന്ത് പറഞ്ഞിട്ട് ഒരാൾ രക്ഷിക്കപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും പറയേണ്ട, കമ്പൽസറി ആയിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട്. എന്താ? യേശു കർത്താവ്. യേശു എന്ന് പറഞ്ഞാൽ മനുഷ്യനായിട്ട് വന്ന രക്ഷകൻ, പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന ആ യേശുവാണ് ആരെന്ന് പറയണം? കർത്താവ്, എൻ്റെ കർത്താവ്, എൻ്റെ ലോഡ്, എൻ്റെ അധികാരി, എൻ്റെ യജമാനൻ, ഇന്നു മുതൽ എൻ്റെ ഉടമസ്ഥനാണ് എന്ന് പറയണം. ആണോ? എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ നമ്മൾ രക്ഷിക്കപ്പെട്ട് ആ രക്ഷന് മാറില്ല. പാപി എന്നുള്ള, അശുദ്ധൻ എന്നുള്ള പേരൊക്കെ മാറ്റി വിശുദ്ധൻ എന്ന് എഴുതി, അത് മാറില്ല. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്, മാറില്ല. പക്ഷെ ആണോ? കർത്താവാണോ? ഞാനൊരിക്കൽ ഇങ്ങനെ പറഞ്ഞേ, ഇപ്പം കർത്താവ് വരുമോ നമ്മുടെ സഭയിലേക്ക്? ആര്? ശരിക്കും കർത്താവ് വരുമോ? അപ്പോൾ നമുക്കെന്തുണ്ടാവും? എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? നമ്മുടെ ഫീലിങ്സ് അങ്ങ് എന്തായിരിക്കും? ഭയങ്കര സന്തോഷം, എക്സൈറ്റ്മെൻറ്റ്, ഒരാശ്ചര്യം, ഭയങ്കര നമ്മൾ വിളിക്കുന്നു, ഇരുത്തുന്നു, അല്ലേ? പിന്നെ അപ്പോൾ കർത്താവുള്ളതുകൊണ്ട് നമ്മൾ എങ്ങനെയായിരിക്കും? പിന്നെ സമയത്തിന് വരുന്നു, എല്ലാ ആഴ്ചയിലും വരുന്നു, എല്ലാ മീറ്റിങ്ങിനും വരുന്നു, വളരെ അന്യോന്യമുള്ള പെരുമാറ്റം, സംസാരം, എല്ലാ കാര്യങ്ങളും എന്തായിരിക്കും? കറക്റ്റായിരിക്കും, അല്ലേ? മാന്യമായിരിക്കും, ബഹുമാനത്തോടെ ആയിരിക്കും. വളരെ കർത്താവ്. ഇനി ഞാൻ ചോദിക്കട്ടെ, അത് ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു, എങ്ങനെയായിരിക്കും? അതിന്ന് രാത്രി വീട്ടിൽ പോയിട്ട് ഒന്ന് ആലോചിക്കുക. രക്ഷിക്കപ്പെട്ടപ്പോൾ അങ്ങനെയായിരുന്നു നമ്മൾ. ആദ്യത്തെ 1 ആഴ്ച, 2 ആഴ്ച, 3 ആഴ്ച, 4 ആഴ്ചയൊക്കെ ഈ എക്സൈറ്റ്മെൻറ്റും, യേശു മതി എനിക്ക്, യേശു കർത്താവ് പറയുന്നതേ ഞാൻ ചെയ്യുള്ളൂ, യേശു കർത്താവ് പറയുകയാണ് ഈ തെറ്റായ ആചരണത്തിലേക്ക് പോകരുതെന്ന് പറഞ്ഞാൽ ഞാൻ പോകത്തില്ല, കാരണം യേശു എൻ്റെ കർത്താവാണ്. കുറച്ച് നാളുകൾ കഴിഞ്ഞ് വന്നപ്പം നമ്മൾ ഈ ടൈം പീസിന് കീ കൊടുത്തിട്ട് ഇത് അടിച്ചു കഴിയുമ്പം ലൂസാവുന്നത് പോലെ ലൂസായി. വീണ്ടും അതിനെ ഉറപ്പിക്കണം, കീ കൊടുക്കണം ഡെയിലി. യേശുവിനെ കർത്താവായി പൂജിപ്പിൻ, അല്ലെ, വിശുദ്ധീകരിപ്പിൻ നിങ്ങളുടെ ഹൃദയങ്ങളിൽ. വീണ്ടും വീണ്ടും യേശുവാണ് കർത്താവ്. യേശുവിന് ഇഷ്ടമില്ലാത്ത, അവൻ്റെ കർത്തൃത്വത്തിന് വിധേയപ്പെടുത്താത്ത ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ലെന്ന് ഓരോ ദിവസവും സ്ഥാപിച്ച് ആണിയടച്ച് ഉറപ്പിച്ച് വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ. അതിനായിട്ട് കർത്താവ് നമ്മെല്ലാവരും സഹായിക്കട്ടെ. അവൻ ആരിലും ഉന്നതനാണ്. ദൈവത്തിന് സ്തോത്രം.